അല്ല ദീപയാ ദീപ ദീപ എന്താണോ റേറ്റിലേക്കൊക്കെ ദീപ അവിടുന്ന് പോകുന്ന ദീപ അറിയില്ലേ വടകരയിലുള്ള ഞാൻ എന്റെ അമ്മായിയുടെ എങ്ങനെയാവുന്നത് അവര് ഞാൻ ബന്ധം ഒഴിഞ്ഞു എങ്ങനെയാ ചത്തത് ആ ഡൽഹിയില് ആ ആ എന്നിട്ട് നമ്മള്
ആ ആ വേറെ എന്തുവാ വിശേഷം? ആ എന്നിട്ട് ആ ആ ആ ആ ആ പ്രശാന്തനോ? ആ ഇല്ല, ആദ്യത്തെ പഴയ ചത്തുപോയായിരുന്നു. കൊന്നവൻ. ആ ആ ആ ചത്തോ? ആ ആ ആ അതറിഞ്ഞായിരുന്നു, പാവം. ആ അതറിഞ്ഞായിരുന്നു. ആ ആ ആ ആ ഇല്ല, ഞാൻ വന്നിട്ടില്ല. എങ്ങനെ എങ്ങനെ കണ്ടില്ലല്ലോ. ആ ആ ആ അവളോട് ഞാൻ ഒന്ന് രണ്ട് മാസം മുന്നേ, ഒരു മാസം മുന്നേ സംസാരിച്ചായിരുന്നു. നല്ലത് പഠിക്കാനൊക്കെ വരികയാണ്, നല്ല വരികയാണ് പഠിക്കുന്നത്. അതെനിക്കറിയാം. ആരുള്ള ടൈമില് അവള് കോട്ടയത്ത് ആലപ്പുഴ കേരളത്തിലെ കണ്ടു വെക്കുന്നത് പഠിക്കുന്നത്. ആ ആ അപ്പൊ മറ്റ് ഏതോ ആ നമ്മളെ കൊണ്ട് ചുമ്മാതൊക്കെ നമ്മളവിടെ പോയാൽ നമ്മളെ ശല്യം ചെയ്യുക, വലിയ പോക്കല നമ്മളെ കൊണ്ട് കാണാനായിട്ട് കളകൾ ഉണ്ടാക്കുക. നമ്മൾ ഒരു റേറ്റിനുള്ള സ്റ്റാൻഡിലാണ് നമ്മള് പാദയാത്രയ്ക്ക് ഇവിടെ കൂട്ടും കെട്ടും ഒക്കെ ഉള്ള ഫ്ലാറ്റാണ്. നമ്മൾ പാദയാത്രയ്ക്ക് എങ്ങാണ്ട് പോകുന്നു വരുന്നു, അല്ലെങ്കിൽ ക്യാമറ ഉണ്ട്, രണ്ട് ക്യാമറ ചെറുതായിട്ട് കളകൾ ഉണ്ടാക്കുക. വലിയ ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഒരു അനിയത്തി എന്ന് പറഞ്ഞാൽ അറിയാവോ? അവിടെ അറിയാവോ? ഒരു ഇതായ സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഏഹ് അതൊക്കെ വലിയ പൊക്കലല്ല. എന്റെ പൊക്കൽ അടക്കി മാറ്റണം. അവളെ ഭർത്താവിനെ കൊണ്ടേറ്റ് ഇങ്ങനെ നടക്കുക, ഭർത്താവിനെ കൊണ്ടേറ്റ് അവർക്ക് ഇതിനെ കൂടെ അങ്ങനെ കൊടുക്കാൻ അവസാനം. എന്റെ കൊച്ചിനെ വകവരുത്താനൊക്കെയുള്ള ഉദ്ദേശത്തിലല്ലേ നടക്കുന്നത്. പക്ഷെ സ്വത്തല്ല ഇവരുടെ സ്വത്തിന് ഏതാണ്ട് പ്രത്യേകം പറഞ്ഞാൽ വാങ്ങിച്ചതൊക്കെ അറിഞ്ഞിരിക്കും.